ആരോഗ്യമന്ത്രി അടക്കം തെറ്റിദ്ധരിപ്പിച്ചു എന്ന കുറ്റം ഏറ്റെടുത്ത് ബലിയാടായ സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകും എന്നുമാണ് വിവരങ്ങൾ വരുന്നത്. അതേസമയം വീഴ്ചകളിൽ നിന്ന് കരകയറാതെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ട മെഡിക്കൽ കോളേജുകളിൽ പോലും വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ സംസ്ഥാനമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയാണ്. ചികിത്സാ പിഴവിനും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ദൗർലഭ്യതയ്ക്കും പിന്നാലെ ആശുപത്രികളുടെ അപകടാവസ്ഥയും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ആരോഗ്യമേഖലയിൽ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഇത് സംസ്ഥാനം ഒട്ടാകെയുള്ള പ്രശ്നമാണ്. ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം സംഭവിച്ചു കഴിയുമ്പോഴേക്കും എല്ലാ മെഡിക്കൽ കോളേജിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അതത് പ്രദേശവാസികൾ ആ മെഡിക്കൽ കോളേജുകളെ ആശ്രയിച്ച രോഗികളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരെ, ഏറ്റവും അടിയന്തര ശ്രദ്ധ വേണ്ട പ്രശ്നങ്ങൾ വരെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രതിഷേധവും അത്ര കണ്ട് ഉയരുകയാണ്. വിവരങ്ങൾ വീണ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് അത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒക്കെ തന്നെ നമ്പർ 1 ആണ് എന്നതായിരുന്നു സർക്കാരിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഒക്കെ തന്നെ അവകാശവാദം. എന്നാൽ അത്തരത്തിൽ കേരളത്തിലെ ആരോഗ്യമേഖല സുഖകരമായി അല്ല മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളുടെ നേർചിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിപ്പയും കോവിഡും എല്ലാം തന്നെ കേരളത്തിൽ അഴിഞ്ഞാടുന്ന സമയത്ത് പോലും കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഉണ്ടായ വീഴ്ചകളൊക്കെ തന്നെ നമ്മുടെ കൺമുമ്പിൽ നേർക്കാഴ്ചയായി നിൽക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സമാനതകളില്ലാത്ത തരത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമെന്ന് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനമെടുത്തതാണ്. അതിനുശേഷം ചില മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ധൃതിയിൽ അത് ആരംഭിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് അടക്കം ഒരു സാങ്കേതിക സംവിധാനവും ഇല്ലാത്ത രീതിയിൽ പോലും പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനുശേഷം നമുക്ക് ഓരോ മെഡിക്കൽ കോളേജുകൾ എടുത്തു പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അവസാനം ഒരു ഡോക്ടർ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, ആ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും ഇവിടെ ഇല്ല, രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനമില്ല എന്ന് ഡോക്ടർ തന്നെ തുറന്നു പറയുകയും അത് നവമാധ്യമത്തിൽ കുറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ അതിനു ശേഷമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ അപകടം കാണുന്നത്. നമ്മൾ എത്രയോ തവണയാണ് കേരളത്തിലെ ജില്ലാ ആശുപത്രികളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ശോചനീയാവസ്ഥയെപ്പറ്റി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU യൂണിറ്റിൽ അടക്കം തീപിടുത്തമുണ്ടാകുന്നത്. അതിനു മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ ആവശ്യത്തിന് അധ്യാപകരില്ല, പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി അധ്യാപകരില്ല, ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടി ലാബുകളില്ല എന്ന തരത്തിൽ വിദ്യാർത്ഥികൾ തന്നെ തെരുവിലേക്ക് ഇറങ്ങി. അവിടുത്തെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് തന്നെ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിലുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ NOC, ഫയർ NOC പോലും ഇല്ലാതെ ആശുപത്രി പ്രവർത്തിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ, കേരളത്തിലെ താലൂക്ക് ആശുപത്രികളെല്ലാം തന്നെ ഏറ്റവും പരിതാപകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മരുന്ന് ക്ഷാമമുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ചികിത്സാ ഉപകരണങ്ങളില്ലാത്ത സാഹചര്യമുണ്ട്, ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട്, അതുപോലെ തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പല ആശുപത്രികളിലുമാണ് പല തവണയാണ് കറണ്ട് ബില്ല് അടയ്ക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കറണ്ട് പോകുന്നതിൻ്റെ പേരിൽ ഒക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്, പറഞ്ഞാലും എണ്ണിയാലും തീരാത്ത പ്രശ്നങ്ങളാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നേരിടേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം കൂടിയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ്. ഇപ്പം മിഥുൻ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ഏറ്റവും അവസാനത്തെ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന തലയോലപ്പറമ്പ് ബിന്ദുവിൻ്റെ ആ മരണത്തെ തുടർന്ന് സംസ്ഥാനമെമ്പാടും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസും BJPയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തുള്ള സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്, തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ വലിയ കനത്ത സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സന്നാഹങ്ങൾ രാവിലത്തെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ മാറിയാണ്. ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാറി ഇപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ എത്തുന്ന തരത്തിലേക്ക് കനത്ത സുരക്ഷയിലേക്ക് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതി ഇപ്പോൾ ഉണ്ട്. കാരണം വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നടക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയുടെ ഇന്നലത്തെ ചില പരാമർശങ്ങളുണ്ട്. ഈ അപകടം സംഭവിക്കുന്ന ഉടനെ തന്നെ മന്ത്രി ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. മന്ത്രി ആദ്യം തന്നെ അവിടെ ഓടിയെത്തുന്നു,
ഇവിടെ വലിയ ആരോഗ്യ കേരളം വലിയ സുരക്ഷിതത്വമുള്ള സംവിധാനമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും പൊളിക്കാനിട്ടിരുന്ന ഒരു കെട്ടിടമാണ് അതുകൊണ്ട് അതിനിടയിൽ ഒരാളും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോലും ഉണ്ടാകുന്ന ആ തിരച്ചിൽ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ട അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ട സംവിധാനങ്ങൾ പോലും വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ മന്ത്രിയുടെ വീട്ടിലേക്ക് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 10:30 BJPയുടെ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നാലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധമുണ്ടാകും, അതിന് പിന്നാലെ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമുണ്ടാകും. എന്തായാലും സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം വലിയ രീതിയിൽ ശക്തമാവുകയാണ്. വീണ. ഓക്കെ, ശരി അഖിൽ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.